റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോഴേ പേടിയാണ്. ഒരു വർഷം കളയുമല്ലേ, അപ്പോൾ ഒരു തവണ റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചാലോ? ചില്ലറ ടെൻഷൻ വല്ലതും ആയിരിക്കും. ഇനി അത് മാത്രമല്ല, ഒരു തവണ റിപ്പീറ്റ് ചെയ്തിട്ടും ഒരു വലിയ സക്സസ്സിലേക്ക് പോകാത്ത ഒരു വ്യക്തി രണ്ടാമത് തവണ റിപ്പീറ്റ് ചെയ്താൽ എത്ര റാങ്ക് കിട്ടുമായിരിക്കും? എത്ര വരെ റാങ്ക് കിട്ടുമായിരിക്കും? കുഴപ്പമില്ലാത്തൊരു ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു റാങ്കൊക്കെ ഒപ്പിക്കാൻ സാധിക്കുമായിരിക്കും അല്ലേ? എന്നാൽ ഇങ്ങനെയൊന്നും അല്ല. 1000-നുള്ളിൽ റാങ്ക് വന്നാലോ? ചില്ലറ കാര്യമാണോ? അങ്ങനെ ഒരു വൻ മിടുക്കനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. റിപ്പീറ്റ് ചെയ്ത് 1000-നുള്ളിൽ എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ 900 സംതിങ് എന്നൊക്കെ പ്രതീക്ഷിക്കും. അങ്ങനെയല്ല. അനിയ പേരെങ്ങനെ? നബീൽ എന്നാണ് നമ്മുടെ കൊച്ചുമിടുക്കൻ്റെ പേര്. കൊച്ചുമിടുക്കനല്ല, വലിയ മിടുക്കൻ്റെ പേര്. റാങ്ക് എത്രയാണ് ഇത്തവണ? 751. 751. 23 ലക്ഷത്തോളം പേരെഴുതിയ ഒരു എക്സാമിൽ നിന്നും 1000-നുള്ളിൽ 751 റാങ്ക് മേടിച്ച ഒരു വലിയ മിടുക്കനാണ് നമുക്കൊപ്പം ഉള്ളത്. കൊച്ചുമിടുക്കൻ എന്നുള്ള വാക്ക് പറഞ്ഞ് ഞാൻ വലിയ മിടുക്കനിലേക്ക് വരാൻ കാര്യം, കാരണം നമ്മൾ +2-നൊപ്പം ഒരു തവണ എക്സാം എഴുതും ഇല്ലേ? അതിനുശേഷം റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു തവണയും കൂടെ എഴുതി. അതിനുശേഷം ഒരു തവണ കൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ടും പ്രതീക്ഷിച്ച ഒരു സക്സസ്സിലേക്ക് എത്താൻ സാധിച്ചു. ആദ്യത്തെ തവണ റിപ്പീറ്റ് ചെയ്തപ്പോഴത്തേനും എക്സാം സാധിച്ചായിരുന്നോ? ആദ്യത്തെ തവണ എക്സാം എഴുതാൻ സാധിച്ചില്ല. അതിനുശേഷം നമുക്ക് ആദ്യം അറിയേണ്ടത് ആ ഒരു മൊമെന്റാണ്. അതായത് +2-ന് പഠിച്ചോണ്ടിരുന്നപ്പോ എഴുതിയില്ലേ എക്സാം? +2-ന് പഠിച്ചത് എഴുതി, പക്ഷേ വലിയ സീരിയസ് ആക്കി പ്രിപ്പയർ ഒന്നും ചെയ്തില്ല, വെറുതെ എഴുതി. എന്നിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ വളരെ സീരിയസ് ആക്കി എഴുതി. റിപ്പീറ്റ് ആയതിപ്പം അത്യാവശ്യം സീരിയസ് ആയിട്ട് തന്നെയാണ് എക്സാം എഴുതിയത്. സീരിയസ് ആയിട്ട് ഇപ്പോൾ ഒരു സാധാരണ ഇവിടെ ഒരു ബോർഡർ മാർക്ക് ലൈൻ ഉണ്ടാവല് ആ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിന് കിട്ടും എന്നൊരു ചെറിയ പ്രതീക്ഷ അന്നേരം ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് മൊമെന്റ് വരെ ഉണ്ട്, പിന്നെ കിട്ടിയില്ല. അതായത് അതിന്റെ അഡ്മിഷൻ പ്രൊസീജിയറിലൊക്കെ പോയായിരുന്നു? അതായത് ഇല്ല, നമുക്കറിയാം, നമുക്ക് കട്ട് ഓഫ് വരുമ്പോഴത്തേനും അറിയാം, നമുക്ക് അതിനൊക്കെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലെന്നറിയാം. അതിനുശേഷം ആ ഒരു മൊമെന്റ് ആണ് നമുക്ക് കുട്ടികളോട്, അതായത് ഇനി എക്സാം എഴുതാൻ വരുന്ന ഡോക്ടർ ആകുക എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നമൊക്കെ ആണല്ലോ. അപ്പം ആ ഒരു സ്വപ്നമുള്ള ഒരു കുട്ടിക്ക് ആദ്യത്തെ തവണ റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടത്തിന്റെ പുറത്ത് പലതിലേക്കും കോംപ്രമൈസ് ചെയ്തായിരിക്കും പോകുന്നത്. ബാക്കി ജോലികൾ പോലെ അല്ലല്ലോ ഡോക്ടർ എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നമല്ലേ. ആ ഒരു മൊമെന്റ് ഒന്ന് പറയാമോ? ആദ്യത്തെ തവണ റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടിയില്ലാഞ്ഞിട്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് കിട്ടിയ സപ്പോർട്ടുകൾ അതെങ്ങനെയായിരുന്നിരിക്കണം? സപ്പോർട്ട് പറയുമ്പോൾ മെയിനായിട്ട് എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ട്. കാരണം നമുക്ക് ഒരു റിപ്പീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ എന്താ പറയുക, ഒരു കൺഫ്യൂഷനാണ്, ഇനി ചെയ്യണോ അല്ലെങ്കിൽ എന്താ ഇനിയിപ്പോൾ ചെയ്യാന്നുള്ളൊരു മൈൻഡാണ്. വേറെ എന്തെങ്കിലും കോഴ്സ് നോക്കണോ, സെൽഫ് കാരണം. അപ്പോൾ എല്ലാത്തിലും എന്താണ് എൻ്റെ താല്പര്യം എന്നുള്ള രീതിയിലാണ് എൻ്റെ പാരൻസ് വീട്ടുകാർ സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയൊരു പ്രഷറൊന്നും അനുഭവിച്ചില്ല. അപ്പോൾ പക്ഷേ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. ഇനി ഇപ്പോൾ എങ്ങനെയും അടുത്ത റിപ്പീറ്റ് ചെയ്യണോ, അടുത്ത റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ട്. എനിക്ക് പിന്നെ 2 കൽപ്പിച്ച് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഏതായാലും ഒരു കൊല്ലം ഇറങ്ങിയല്ലോ, അപ്പോൾ എന്നാൽ പിന്നെ ഒരു കൊല്ലം കൂടെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഈ ഒരു കൊല്ലം കൂടെ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന ഒരു മൈൻഡ് സെറ്റിൻ്റെ വ്യത്യാസം, ഒരു മൈൻഡ് സെറ്റിൻ്റെ വ്യത്യാസം എന്ന് ഞാൻ പറയാൻ കാര്യം മറ്റൊന്നുമല്ല, 1000-നുള്ളിലേക്ക് വരാൻ ഒരു പക്ഷേ ഈ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നതിനകത്തൊരു എന്താ പറയുക, ഒരു നിശ്ചയദാർഢ്യം കൊണ്ടൊക്കെ തന്നെയാണോ? നമുക്ക് എന്ത് ചേഞ്ചാണ് വരുത്തിയെന്നാണ് ചോദിച്ചത്. ചേഞ്ച് ഞാൻ കൂടുതലും അന്നന്ന് പഠിച്ചു രീതിയിലേക്ക് എത്തി. മറ്റേത് നമ്മൾ ആദ്യമായിട്ട് വലിയ ബേസ് ഒന്നും ഇല്ലാതെ, അപ്പം നമുക്ക് അവരൊപ്പം പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആദ്യം റിപ്പീറ്റ് ചെയ്യുന്ന ചെറുതായിട്ടൊരു ബേസ് ഉണ്ടായ സ്ഥിതിക്ക് പിന്നെ ഒപ്പം ക്ലാസ് എടുക്കുമ്പോൾ തന്നെ അതിന് വലിയൊരു വ്യത്യാസമായി തോന്നി. കാരണം നമ്മൾ ചിലപ്പോൾ ഇന്നെടുക്കുന്ന എക്സാം കുറേ കഴിഞ്ഞിട്ടേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇന്നെടുക്കുന്നത് ഇന്ന് തന്നെ പഠിച്ചു പോവാണെങ്കിൽ അത് നല്ലൊരു, അതെ തീർച്ചയായിട്ടും, പരീക്ഷയുടെ തലേ ദിവസം പഠിക്കാൻ നിൽക്കാതെ പഠിച്ചോണ്ട് പോകുന്ന അതിന്റെ ഒപ്പം പഠിച്ചോണ്ട് പോകുന്നത് അത് അങ്ങനെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ കണ്ടോണ്ട് പോകും. ഒരു അത്യാവശ്യം മാക്സിമം എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മാക്സിമം ക്ലാസ് ഒന്ന് ഡൗട്ട് വയ്ക്കുക, അന്നെടുക്കുന്ന പാഠം നോക്കുക, അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, പിറ്റേന്ന് സാർമാരെ എടുത്ത് കാണുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഡൗട്ട് ഇല്ലാതോ. മറ്റേത് നമ്മളിപ്പോൾ സാർമാർ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അത് ഒറ്റയ്ക്ക് ആദ്യം മുതൽ അവസാനം ഒരു പാഠം നോക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ കുറേ ഡൗട്ട് വരും. ഡൗട്ട് നമ്മൾ തീർക്കാൻ കഴിയൂല. അപ്പോൾ ഞങ്ങളെ ഇങ്ങനെ ബാക്കിലോഗായി ആ ഒരു അവസ്ഥ ഉണ്ട്. ഇപ്പോൾ വീട് എവിടെയായിരുന്നു നബീലിന്? വീട് കോഴിക്കോടാണ്. സ്ഥലം പറഞ്ഞെങ്ങനെ? മാവൂര്. അതല്ലേ കോഴിക്കോട്? അതവിടെ അങ്ങനെയാണ്, മഴ. അതെ, അത് കേൾക്കാൻ ഒരു സുഖമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കോഴിക്കോട് എന്ന് പറഞ്ഞപ്പോഴത്തേന്
അപ്പോൾ ഈ റിസൾട്ട് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഒരു റിയാക്ഷൻ, ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു? വളരെ സന്തോഷം. ഇനി ഒന്നാമത് ഇവിടുന്ന് തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു മാർക്ക് എനിക്ക് പ്രതീക്ഷിച്ചിരുന്നു. ഒരു നല്ലൊരു പ്രതീക്ഷ ഉണ്ട് ഇനി. പക്ഷെ ഞാൻ വരുമ്പോൾ ആദ്യമായിട്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ വരുമ്പോഴോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ വരുമ്പോൾ തന്നെ ഇത്ര ഈ ഒരു റാങ്ക് ഒന്നും പ്രതീക്ഷിച്ചില്ല. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു കുഴപ്പമില്ലാത്തൊരു അഡ്മിഷൻ കിട്ടണം, ഒരു ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടണം എന്നുള്ള. ഇനി അടുത്ത പ്രതീക്ഷ അല്ലെങ്കിൽ സ്വപ്നം എന്താണ്? ഏത് കോളേജിൽ പോകണം എന്നുള്ളതാണ്. അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, തീരുമാനങ്ങളായില്ല. അത് ഇതൊരു വലിയ റിസൾട്ടിലേക്ക് വന്നു. അപ്പൊ നമുക്കിനിയിപ്പം നമ്മൾ പറയുന്ന കോളേജ് അല്ലേ? അപ്പോൾ ഒത്തിരി സന്തോഷം. അതായത് നമുക്കിപ്പം ഇനി പഠിക്കാൻ വരുന്ന കുട്ടികളോട് പറയാനുള്ള ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് നമുക്ക് നിർത്താം. അതായത് ഇദ്ദേഹത്തിന്റെ ഹൈലൈറ്റ് ആളുകൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പേടിയാണ്, റിപ്പീറ്റ് ചെയ്യാൻ വരെ പേടിയാണ്, ഒരു കൊല്ലം പോകുമോ എന്നുള്ളൊരു ടെൻഷൻ. അപ്പം നമ്മൾ റിപ്പീറ്റ് ചെയ്തു, എന്നിട്ട് ഒരു തവണ കൂടെ റിപ്പീറ്റ് ചെയ്തു, ഇതാ വലിയ സക്സസ്സിലേക്ക്. അപ്പം ആ ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു നിർത്തി. എന്താ വെച്ചാൽ നമ്മൾ കുറച്ചൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഒരു പ്രാവശ്യം വന്നതിൻ്റെ ശേഷം ഒന്നും പാടെ ചെയ്യണമെന്നുള്ളത്. അപ്പം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ആലോചിച്ചിട്ട് നല്ല ഉചിതമായ തീരുമാനം എടുത്തിട്ട് ആ തീരുമാനത്തിൽ ഉറച്ചങ്ങോട്ട് വിശ്വസിക്കാം. അത് ഒരിക്കലും നമ്മൾ ചതിക്കില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങി തിരിച്ചാൽ പിന്നെ നമ്മളെ കൈമ നിൽക്കും സാധനം. അപ്പോൾ വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. ബ്രില്യന്റിന്റെ ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രില്യന്റിന്റെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഞാൻ വിചാരിക്കുന്ന പോലെയല്ല വന്നപ്പോൾ. ഞാൻ വന്നപ്പോൾ ആദ്യം വിചാരിച്ചത് നമ്മളൊരു എല്ലാവരും പുറമെ അങ്ങനെയാണ്, ഒരു ജയിലിന രീതിയാണ് എല്ലാവരും പറയുന്നതാണ്. ഞാൻ തന്നെ കേൾക്കുന്നത് ജയിലാണ്, പിന്നെ എല്ലാവരും ഭയങ്കര പഠിച്ചുള്ളത്, നമ്മൾ കാണുന്ന ബുക്ക് മാത്രം എടുത്ത് വെക്കുന്നത്. പക്ഷേ ഒന്നൊക്കെ ഞാൻ നെറ്റ് വലിയ പഠിപ്പിക്കും ഞാൻ. അപ്പോൾ എല്ലാ വിധത്തിലും ജയിലാണെന്ന് പറയുന്നത് ശരിയാണോ? ഒരിക്കലും ഞാൻ ഒരിക്കലും അതിന് യോജിക്കില്ല. കാരണം എന്താ നമ്മളാരും ഒരു തരത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാരന് വരില്ല. നമുക്ക് നമ്മളെ രീതിയിൽ പോവാം. നമ്മുടെ മോട്ടിവേഷണൽ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഓ എല്ലാ വിധത്തിലുള്ള എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ അപ്പൊ തന്നെ ടീച്ചറും വാർഡന്മാരും എല്ലാവരും അപ്പൊ ഹെവിലി കംഫർട്ടബിൾ ആണ്. കോഴിക്കോട് നിന്ന് കോട്ടയത്തേക്ക് ഭയങ്കര സന്തോഷത്തോടെയാണ് അല്ലേ? അപ്പൊ ഇനി തിരിച്ചു പോകുന്നത് ഭയങ്കര സന്തോഷത്തോടെ, വലിയ സന്തോഷത്തോടെ. ഇതിന് വലിയ സന്തോഷം എന്താ ഉള്ളത്? അപ്പൊ നബീലെ, താങ്ക് യു ഫോർ ജോയിനിങ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. ഇനി ഡോക്ടറായിട്ട് കാണാം. ഓക്കെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.